എടോ ഇത്രയും സർവീസ് ആയില്ലേ, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് കൂട്ടു നിൽക്കുന്നത്? ഇപ്പൊ കൊലക്കേസിൽ പ്രതിയായില്ലേ? എന്റെ സാറേ, ആവശ്യമില്ലാത്ത ഒരു പണിക്ക് ഞാൻ കൂട്ടുനിന്നിട്ടില്ല. അതുകൊണ്ട് ഈ കൊലക്കേസിൽ എന്നെ പ്രതിയാക്കാമെന്ന് സാർ കരുതുകയും വേണ്ട. പറ്റുമെങ്കിൽ, സാറിന് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് ഒഴിവാക്കി. നിന്റെ കൂടെയുള്ള പോലീസുകാരൻ മൊഴിയെന്നല്ലോ നീ കൈക്കൂലി വാങ്ങിയിട്ടാ ഇതിന് കൂട്ടു നിന്നു. എന്റെ പൊന്ന് സാറേ, ഇമാതിരി ചോദ്യം ചെയ്യലൊക്കെ ഞാൻ കുറെ നടത്തിയിട്ടുള്ള, അതുകൊണ്ട് സാറത് വിട്. എടാ, നീ അവന്മാർക്ക് വഴി കാണിക്കുന്നതിന്റെ CCTV ഫുട്ടേജും അവന്മാരുമായിട്ട് ഡീൽ ചെയ്യുന്നതിന്റെ ഫോൺ സംഭാഷണമൊക്കെ TV-യിൽ എങ്ങനെയാടാ വന്നേ? അതോ അതും അവന്മാർ ഉണ്ടാക്കിയിട്ടാണെന്നാണോ നീ പറയുന്നത്? എന്റെ സാറേ, ഈ സംഭവം നടന്ന് ഇത്രയും സമയം കൊണ്ട് ആ CCTV ദൃശ്യങ്ങളും എന്റെ എഡിറ്റ് ചെയ്ത ഫോൺ കോളും പുറത്തു വരണമെങ്കിൽ ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങും എക്സിക്യൂഷനും ഉണ്ട്. അത് സാറിന്റെ അറിവോട് കൂടി തന്നെയാണ് എനിക്കറിയാം. എടാ, ഇല്ലാത്ത കേസിൽ നിന്നെ പെടുത്തിട്ട് എനിക്ക് എന്താ കാര്യം? നമ്മൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? നീ പറ. എന്റെ പൊന്നു സാറേ, ആ പയ്യൻ ആ കൂട്ടുകാരന്റെ വീട്ടിലുള്ള ഇൻഫർമേഷൻ സാറിന് തന്നത് ഞാനല്ലേ. അതിനുശേഷമാണ് അവന്മാരോട് പോയി അവനെ ബുക്ക് ചെയ്തത്. ഈ കേസ് കോടതി പോയി കഴിഞ്ഞാൽ ഞാൻ പ്രധാന സാക്ഷിയാണ്. അപ്പൊ എന്റെ സ്റ്റേറ്റ്മെന്റിന് ക്രെഡിബിലിറ്റി ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പൊ പ്രതികൾ രക്ഷപ്പെട്ട് പോയിക്കോളൂ. സാറിനുള്ളൂ, പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടാവുമായിരിക്കും. എന്നാ പിന്നെ നീ കോടതി പോയി തെളിയിക്കും. സാറ്, ഞാനത് കോടതിയിൽ തെളിയിക്കുകയും ചെയ്യും, ഇതിന്ന് ഊരി പോരുകയും ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ എന്റെ സാഹചര്യം കൂടി ഞാൻ ചോദിക്കുക, സാറിന് പറ്റുമെങ്കിൽ എന്നെ ഇതിന്ന് ഒഴിവാക്കി തരും. നിന്നെ ഒഴിവാക്കി തരാം. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ കൂടെയുള്ള പോലീസുകാരനാണോ ഇതിനെ കൂട്ടുന്നതെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കും. നടക്കുകയില്ല സാറേ. 10-20 വർഷമായല്ലോ ഞാൻ ഈ പണിക്ക് തുടങ്ങിയിട്ട്. അവനെതിരെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ പോലും ഞാനതിൽ പെടുമെന്ന് മനസ്സിലാക്കാൻ എന്റെ ഇത്രയും കാലത്ത് സർവീസിന് തയ്യാറാണ് സാറേ. എന്നാ പിന്നെ നീ ചെല്ല്, പുറത്തോട്ടേ. ശരി സാറേ, എന്നാ പിന്നെ നമുക്ക് കോടതി. ശരി. ഓ ശരി.